ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഗുലാബ് ജാമുനാണ്. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പം ഒരു ബൗളിൽ 1 കപ്പ് പാൽപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം 1 കപ്പിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 250 ml ആണ് ഞാൻ എടുത്ത ഈ 1 കപ്പിൻ്റെ മെഷർമെൻറ്റ്. അപ്പം ഇപ്പോൾ ക്വാറൻറ്റൈനൊക്കെ ആയതുകൊണ്ട് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പം ഈ 1 കപ്പ് പാൽപ്പൊടി എടുത്തു. പിന്നെ അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യണം. അത് ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിനെ ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈദ ആഡ് ചെയ്യുന്നത്. അപ്പം 1 ടേബിൾ സ്പൂൺ മൈദ, ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യും. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതിലേക്ക് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, 1 മുട്ട വേണം. അത് നോക്കുക, 1 മുട്ടയിൽ 2 യോക്കാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പം ഏകദേശം എല്ലാ ഇതും ബൈൻഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു സ്മൂത്ത് ഡോ ആക്കി എടുക്കാൻ വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് മിൽക്ക് പൗഡറിൽ എനിക്ക് ഏകദേശം 15 to 20 ബോൾസ് വരെ കിട്ടും. ഇനി ഇതിപ്പോൾ നല്ലോണം ഒരു സ്മൂത്ത് ഡോ ആക്കി എടുക്കണം. സ്മൂത്ത് ഡോ എന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ഡോ ആക്കണം. എന്നാൽ ഗുലാബ് ജാമുൻ ക്രാക്ക് വരാതെ കിട്ടും നമുക്ക് ഈ സ്മൂത്ത് ഡോ ആക്കി എടുത്താൽ. അപ്പം നല്ലൊരു സ്മൂത്ത് ഡോ ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ബോൾസ് ആക്കിയെടുക്കാം. ഞാൻ ഒരു നല്ല ടിപ്പ് തരാം. എന്താ വെച്ചാൽ ഞങ്ങളിപ്പം മെഷറിങ് സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് 1 ടീസ്പൂണിൻ്റെ മെഷറിങ് സ്പൂണിൽ ഓരോ സ്കൂപ്പ് ചെയ്തെടുക്കുക. അതാകുമ്പോൾ വെച്ചാൽ ഈക്വൽ ബോൾസ് കിട്ടും. ഈക്വൽ ബോൾസ് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അതാകുമ്പം സിമ്പിളായിട്ട് എന്താ പറയുക, യൂണിഫോം ഷേപ്പിലായിരിക്കും നമ്മൾ ഈ ബോൾസ് ഉണ്ടാവുക. അപ്പം ഈ ബോൾസ് ആക്കുന്ന ടൈം സൂക്ഷിക്കേണ്ടത് വെച്ചാൽ ക്രാക്ക് വരാതെ നോക്കണം. ക്രാക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചൂട് ഓയിലിടുമ്പം പെട്ടെന്ന് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ ക്രാക്ക് എക്സ്പാൻഡ് ആവും. അപ്പോൾ വെച്ചാൽ ഗുലാബ് ജാമുന് കാണാൻ ഒരു രസം ഉണ്ടാകത്തില്ല. അപ്പം ലാസ്റ്റ് അത് ഗുലാബ് ജാമുൻ്റെ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പം ഒരു നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പറ്റിയൊരു പാനിലേക്ക് ഓയിൽ ഒഴിക്കാം. അത് ചൂടായി വരുമ്പം ഓരോന്നായിട്ട് ഫസ്റ്റ് 1 ബോൾ മാത്രം ഇടാനും. അതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ തിരിയല്ലോ, കുറക്കണോ കൂട്ടണോ എന്നുള്ളതിൽ. അത് അറ്റ് എ ടൈം ഞാൻ ഷുഗർ സിറപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഒരു പാനിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഏകദേശം 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് പഞ്ചസാര. ഓക്കെ, 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2.25 കപ്പ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് 2.25 കപ്പ് വെള്ളം. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് ഇനി ഏലക്ക, ഒരു 2-3 ഏലക്ക, സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോണും കൂടി ആഡ് ചെയ്യുക. അതാകുമ്പോൾ ഗുലാബ് ജാമുൻ നല്ല വെള്ളത്തിന് നല്ല ഷുഗർ സിറപ്പിന് നല്ല ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതും ഏലക്കായും. ഇത് സാഫ്രോൺ ഉണ്ടെങ്കിൽ ഓപ്ഷനാണ്, സാഫ്രോൺ നിർബന്ധമില്ല. ഇട്ടാലും നല്ലൊരു ടെക്സ്ചറും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പം ഈ ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഗുലാബ് ജാമുൻ നമുക്ക് ഫസ്റ്റ് ഒരെണ്ണമാക്കിയിട്ട് ഇടാം. കാരണം വെച്ചാൽ ഓയിലിൻ്റെ ടെമ്പറേച്ചർ നമുക്കറിയില്ലല്ലോ.
അപ്പം ഇത് ഫസ്റ്റ് ഒരെണ്ണം ഇട്ടാൽ ആകെ ചീറ്റാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചീറ്റാത്തുള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ആക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. ഇപ്പം ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആക്കിയെടുക്കാം. ഇനി നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 എണ്ണം ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇതേപോലത്തെ ലാഡിലുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ക്രാക്ക് വരത്തില്ല. കാരണം എല്ലാ സൈഡും ഈക്വലായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കോളും. അതുമ്പോൾ ഉള്ളിൽ നല്ലോണം വേഗവും ചെയ്യും. പെട്ടെന്ന് നമ്മൾ ഇതിപ്പം ഡീപ്പ് ഫ്രൈയിൽ ഇട്ടിട്ട് പെട്ടെന്ന് എടുക്കുമ്പോൾ ചിലപ്പം പൊട്ടാനുള്ള ചാൻസുണ്ട്. അപ്പം അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ഷുഗർ സിറപ്പ് ഇപ്പം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുന്ന ടൈമിൽ ഞങ്ങൾക്കിപ്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാൻ പറ്റും. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാ ബോൾസും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഷുഗർ സിറപ്പും റെഡിയായി. ഇനിയിപ്പം ഒരു ബൗളിലേക്ക് ഷുഗർ സിറപ്പിനെ മാറ്റാം. ഇനി ഈ ആയ ഷുഗർ സിറപ്പ് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ ഈ ഗുലാബ് ജാമിൻ്റെ ബോൾസ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഓൾമോസ്റ്റ് ഒരു 2 hours വരെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. എന്നാലേ കറക്റ്റ് ആ ഒരു ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് ഇൻഫ്യൂസ് ആവത്തുള്ളൂ ആ ബോൾസിലേക്ക്. ഒരു 2 hours. ഇത് പക്ഷേ ഇത് ചില്ല് ചെയ്തിട്ട് കഴിക്കരുത്. കാരണം വെച്ചാൽ ചില്ല് ചെയ്താൽ ഇതിൻ്റെ ബോൾസ് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പം കറക്റ്റ് ടെക്സ്ചർ ക്രാക്കൊന്നും വരാതെ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പം ഈ നല്ല ചൂടോടെ കൂടെ തന്നെ ഇട്ടാന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ബോൾസ് അബ്സോർവ് ചെയ്യും ഷുഗർ സിറപ്പിനെ. ഒരു റൂം ടെമ്പറേച്ചർ ആവുന്നേരം ഇത് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പം ഞങ്ങളെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്.